എല്ലാ ചങ്കുകൾക്കും ജഗൻ ഹരിപ്പാടുകാരൻ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ചെറിയൊരു ട്രെയിൻ യാത്രയാണ് കേട്ടോ. ചെറുതല്ല, വലുത് തന്നെ. ആസാമിലേക്കുള്ള യാത്രയുടെ കുറച്ച് ദൃശ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒക്കെ മറക്കല്ലേ. ട്രെയിൻ യാത്ര എന്നത് വെറുമൊരു യാത്രാ രീതിയല്ല. എല്ലാ പ്രായത്തിലുമുള്ള ആളുകൾക്ക് സന്തോഷം നൽകുന്ന ഒരു സാഹസികത ആണിത്. കാറുകളിൽ നിന്നോ ബസ്സുകളിൽ നിന്നോ വ്യത്യസ്തമായി വിശ്രമിക്കാനും ജനാലയിലൂടെ പുറത്തേക്ക് നോക്കാനും മാറിക്കൊണ്ടിരിക്കുന്ന പ്രകൃതി ദൃശ്യങ്ങൾ കാണാനും ട്രെയിനുകൾ നിങ്ങളെ അനുവദിക്കുന്നു. വ്യത്യസ്ത ആളുകളെ കണ്ടുമുട്ടാനും പുതിയ ഭക്ഷണങ്ങൾ പരീക്ഷിക്കാനും ലോകത്തെ സവിശേഷമായ രീതിയിൽ നിരീക്ഷിക്കാനും ട്രെയിനുകൾ അവസരമൊരുക്കുന്നു. എപ്പോഴും ട്രെയിൻ യാത്ര ചെയ്യുന്ന ആളുകളാണെങ്കിലും ഇതുപോലെയുള്ള വൈബുകൾ ആസ്വദിക്കാൻ ഇതുപോലെ നിന്ന് യാത്ര ചെയ്യുന്നവരാണോ നിങ്ങൾ? കമൻറ്റ് ചെയ്യൂ കേട്ടോ. വയലുകളും നദികളും ഗ്രാമങ്ങളും കടന്നു പോകുന്നത് അത്ഭുതത്തോടെ വീക്ഷിക്കാറുണ്ടോ നിങ്ങളും? ജനാലയിലൂടെ വീശുന്ന മൃദുലമായ കുലുക്കവും തണുത്ത കാറ്റും യാത്രയെ സുഖകരവും ശാന്തവുമാക്കി. ലഘുഭക്ഷണങ്ങളും ചായയും കളിപ്പാട്ടങ്ങളും വിൽക്കുന്ന കച്ചവടക്കാർ കമ്പാർട്ട്മെൻറ്റുകളിലൂടെ മുകളിലേക്കും താഴേക്കും നീങ്ങി. അത് ഉന്മേഷദായകമായ അന്തരീക്ഷത്തിന് ആക്കം കൂട്ടി. മറ്റ് യാത്രക്കാരുമായി സംസാരിച്ചും കഥകൾ പങ്കിട്ടും യാത്രയിൽ ചില പുതിയ സുഹൃത്തുക്കളെ സമ്പാദിച്ചുമൊക്കെ യാത്ര നമുക്ക് ആസ്വദിക്കാം. ഏറ്റവും നല്ല ഭാഗം മാറിക്കൊണ്ടിരിക്കുന്ന കാഴ്ചകൾ കാണുന്നതായിരുന്നു. പച്ചപ്പ് നിറഞ്ഞ വയലുകളും ചെറിയ കുളങ്ങളും ദൂരെയുള്ള മലനിരകളും പുലർക്കാല വെളിച്ചത്തിൽ മനോഹരമായി കാണപ്പെട്ടു. ഓരോ സ്റ്റേഷനിലും വ്യത്യസ്ത ആളുകൾ ട്രെയിനിൽ കയറുന്നതും ഇറങ്ങുന്നതും കാണാം. ഭാഷകളുടെയും വസ്ത്രങ്ങളുടെയും വൈവിധ്യം കൗതുകകരമായിരുന്നു. ഇന്ത്യയുടെ സമ്പന്നമായ സംസ്കാരത്തെയും വൈവിധ്യത്തെയും കുറിച്ച് ഇതൊക്കെ കൂടുതൽ പഠിപ്പിച്ചു തന്നു. ഇന്നത്തെ യാത്ര അസമിലേക്കാണെന്ന് ആദ്യം തന്നെ പറഞ്ഞല്ലോ. അപ്പോൾ അസമിനെ കുറിച്ച് നമുക്ക് ചെറിയൊരു വിവരണം കേൾക്കാം. ഇന്ത്യയുടെ കിഴക്കേ അറ്റത്തുള്ള കാവൽ സംസ്ഥാനമാണ് അസം. മനോഹരമായ പച്ചപ്പ് നിറഞ്ഞ പ്രദേശങ്ങൾ, പ്രധാനമായും ബ്രഹ്മപുത്ര, ബരാക് എന്നീ നദികളുടെ ഒരു ശൃംഖല. ഇവിടെ ജനങ്ങൾ സംസാരിക്കുന്ന ഭാഷയാണ് അസാമീസ് അഥവാ ഒഹോമിയ. അസം സംസ്ഥാനത്തെ ഔദ്യോഗിക ഭാഷയും ഇതുതന്നെയാണ്. അരുണാചൽ പ്രദേശിലെ കുറച്ചു ഭാഗത്തും മറ്റു ചില വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ ജനങ്ങളും ഈ ഭാഷ സംസാരിക്കാറുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ തേയിലകൃഷിയുള്ള പ്രദേശമാണ് അസം. ബ്രഹ്മപുത്ര നദിയുടെ ഇരുകരകളിലുമായി ഭൂട്ടാൻ, ബംഗ്ലാദേശ്, മ്യാൻമർ എന്നിവയുമായി അതിർത്തി പങ്കിടുന്ന അസം ചൈനയോട് വളരെ അടുത്താണ്. ഇന്ത്യയുടെ ഈ ഭാഗത്ത് ഉയർന്ന മഴ ലഭിക്കുന്നു. മൺസൂൺ സമയത്ത് പ്രതിദിനം 250 മുതൽ 300 മില്ലിലിറ്റർ വരെ മഴ പെയ്യുന്നു. പകൽ താപനില ഏകദേശം 36 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരുന്നു. ഇത് കടുത്ത ആർദ്രതയും ചൂടുമുള്ള ഹരിതഗൃഹ സമാനമായ അവസ്ഥ സൃഷ്ടിക്കുന്നു. ഈ ഉഷ്ണമേഖലാ കാലാവസ്ഥയാണ് അസം ചായയുടെ സവിശേഷമായ മാൾട്ടി രുചിക്ക് കാരണമാകുന്നത്. ഈ ചായയ്ക്ക് പേരുകേട്ട ഒരു സവിശേഷതയാണ് ഉള്ളത്. അസമിൽ നിലവിൽ പ്രവർത്തിക്കുന്ന തേയിലത്തോട്ടങ്ങളിൽ ഭൂരിഭാഗവും ഇന്ത്യൻ ടീ അസോസിയേഷന്റെ അസം ബ്രാഞ്ചിലെ അംഗങ്ങളാണ്. ഇത് ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയതും പ്രമുഖവുമായ തേയില ഉൽപാദക സംഘടനയാണ്. ബ്രഹ്മപുത്ര നദി അസാമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടതും ജീവന്റെ നാഴി എന്ന് വിശേഷിക്കപ്പെടുന്നതുമായ ഒരു പ്രധാന നദിയാണ്. ചൈനയിലെ ടിബറ്റിൽ നിന്നും ഉത്ഭവിക്കുന്ന ഈ നദി ഇന്ത്യയിൽ അരുണാചൽ പ്രദേശിലൂടെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ പ്രവേശിക്കുകയും പിന്നീട് ബംഗ്ലാദേശിലേക്ക് ഒഴുകി ഗംഗാ നദിയുമായി ചേർന്ന് ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നു. അതേ പ്രിയപ്പെട്ടവരെ, നമ്മൾ GK ഒക്കെ ആയിട്ടിരുന്ന സമയത്തേക്കിന് ആളിറങ്ങി ട്രെയിനിൽ നിന്ന് കേട്ടോ അസമിലെത്തി. അങ്ങനെ അസാമിൻ്റെ കുറച്ച് ചരിത്രങ്ങളും ഒക്കെ ആയിട്ട് ചെറിയൊരു വീഡിയോ ആണിത്. ആർക്കും ബോറടിച്ചില്ല എന്ന് കരുതുന്നു. പറ്റുന്ന രീതിയിലൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇനി അടുത്തൊരു യാത്രാ വീഡിയോ ഒക്കെ ചെയ്യുന്നതാണ്. ഇതിൻ്റെ പ്രോത്സാഹനം കണ്ടിട്ട് വേണം അടുത്ത യാത്രാ വീഡിയോ ചെയ്യാനൊക്കെ ഉണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോ അവസാനിച്ചിരിക്കുകയാണ്. ഒരുപാട് താങ്ക്സ് വാച്ച് ചെയ്തവർക്ക്. അപ്പം ജഗൻ ഹരിപ്പാട് ചാനലിന് വേണ്ടി ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.